ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് അമേരിക്കൻ കോൺ ഡോഗ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിൽ 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി എടുത്തിട്ടുണ്ട്. കോൺഫ്ലോറിന് പകരം നിങ്ങളുടെ കയ്യിൽ കോൺമീൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും 1/4 കപ്പ് പാലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ബാറ്റർ നല്ല കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ. ലൂസായി പോയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇതിനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ബാറ്റർ മുഴുവൻ ഞാനിങ്ങനെ ഒരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് സോസേജ് എടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ സോസേജസ് 8 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇതിനി പകുതിയായിട്ട് ഞാൻ മുറിച്ചാണ് മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഫുള്ളായിട്ട് തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ പകുതിയായിട്ടാണ് മുറിച്ചുണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാൻ സ്റ്റിക്സ് കുത്തി കൊടുക്കാൻ പോവാണ്. ഓരോന്നായിട്ട് നമുക്കിത് കുത്തി കൊടുക്കാം. സോസേജിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ പതുക്കെ ഇത് കുത്തി കൊടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളത് കൂടി നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സ്റ്റിക്സിൽ സോസേജസ് എല്ലാം ഞാനിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. ഇതിനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. എണ്ണ ഒരുപാട് ചൂടാവേണ്ട ആവശ്യമില്ല. മീഡിയം ഹോട്ട് ഓയിലാണ് നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോയിൽ സെറ്റ് ചെയ്യാം. ഇനി ഓരോ സോസേജസ് എടുത്ത് നമുക്ക് ബാറ്ററിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം ഫ്രൈ ചെയ്യാം. ഓരോ സോസേജസും ഇതേപോലെ തന്നെ നമുക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ലോയിൽ തന്നെ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഓരോ സൈഡും ഒരു 10-30 സെക്കൻഡ് വെച്ചാൽ മതിയാവും. അപ്പോൾ തന്നെ റെഡിയായി കിട്ടും. 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ കോൺ ഡോഗ്സ് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി കൂടി നമുക്ക് ഫ്രൈ ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കോൺ ഡോഗ്സ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു സ്ട്രീറ്റ് ഫുഡ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെ ഡിപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് കെച്ചപ്പോ മയോണൈസോ മസ്റ്റർഡ് സോസോ ഒക്കെ യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കോൺ ഡോഗ്സ് റെഡിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല ക്രഞ്ചി ആയിട്ടൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ക്രഞ്ചി ആയിട്ട് വേണമെന്നുള്ളവർക്ക് നേരത്തെ ബാറ്ററിൽ കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ കൂടി കോട്ട് ചെയ്യുക, എന്നിട്ട് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നീട് കാണാം.